ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ മാസം 10-ാം തീയതി, അന്ന് കൃഷ്ണപക്ഷ അഷ്ടമിയാണ്. എല്ലാ മാസവും വരുന്ന കൃഷ്ണപക്ഷ അഷ്ടമിയിലാണ് നമ്മൾ കാലാഷ്ടമിയായി ആചരിക്കുന്നത്. എന്താണ് കാലാഷ്ടമി? കേരളത്തിലുള്ളവർക്ക് ഒരു പക്ഷേ ഈ ദിവസത്തെ പ്രാധാന്യത്തെ പറ്റി അത്ര വ്യക്തമായി അറിയണം എന്നില്ല. എന്നാൽ ഉത്തരേന്ത്യയിലുള്ള ജനങ്ങൾ എല്ലാവരും തന്നെ എല്ലാ മാസത്തെയും കൃഷ്ണപക്ഷ അഷ്ടമി തിഥിയിൽ മഹേശ്വരന്റെ കാലഭൈരവ രൂപത്തെ ആരാധിക്കാറുണ്ട്. അങ്ങനെ കാലഭൈരവനെ ആരാധിക്കുന്നതിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് എല്ലാ മാസവും വരുന്ന കൃഷ്ണപക്ഷ അഷ്ടമി. ഇവിടെ ഇപ്രാവശ്യം 2026 ഏപ്രിൽ 10-ാം തീയതിയാണ് കാലാഷ്ടമി വരുന്നത്. ആരാണ് കാലഭൈരവൻ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മഹേശ്വരന്റെ കാലഭൈരവ രൂപത്തെ ആരാധിക്കുന്നത് എന്നുള്ള വിവരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. മഹേശ്വരന്റെ ഏറ്റവും രൗദ്രമായ ഒരു ഭാവമാണ് കാലഭൈരവൻ. കാശി എന്ന പുണ്യനഗരത്തെ സംരക്ഷിക്കുന്നത്, കാശി എന്ന പുണ്യനഗരത്തിന്റെ കാവലാളാണ് ആര്? കാവൽക്കാരനാണ് ആര്? കാലഭൈരവൻ. അതുകൊണ്ട് തന്നെ കാലഭൈരവനെ നമ്മൾ നിർബന്ധമായും കാശിയിൽ പോകുന്ന എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കണം. കാലഭൈരവനെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് അഗ്നിയിൽ നിന്നോ ഇടിമിന്നലിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ യാതൊരു വിധത്തിലുള്ള ഉപദ്രവവും ഉണ്ടാവുകയില്ല. അതായത് ഒരു മനുഷ്യന് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകും. ചിലപ്പോ അഗ്നി കൊണ്ട് ഉപദ്രവം ഉണ്ടാകും, അല്ലെങ്കിൽ ജലം കൊണ്ട് ഉപദ്രവം ഉണ്ടാകും, ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉപദ്രവം ഉണ്ടാകും. അങ്ങനെ പല വിധത്തിലുള്ള ബാധ ഉപദ്രവങ്ങള്, ഭൂതപ്രേത പിശാചുക്കള്, ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇഴജന്തുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങള്, മൃഗങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങള്, ഇതൊക്കെ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം ഒരു മനുഷ്യനെ സംരക്ഷിക്കുകയും, എങ്ങനെയാണോ കാലഭൈരവൻ കാശി എന്ന പുണ്യനഗരത്തെ സംരക്ഷിക്കുന്നത്, അതുപോലെ വാരിക്കോരി സംരക്ഷണം, അനുഗ്രഹം നമുക്ക് നൽകുന്ന സർവേശ്വരനാണ് ആര്? കാലഭൈരവൻ. കാലഭൈരവ അവതാരത്തെ പറ്റി ശിവപുരാണത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് ആ കഥയൊന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. വളരെ പണ്ട്, അതായത് പ്രാചീന കാലത്ത്, നർമ്മദ എന്ന നദിയുടെ മനോഹരമായ തീരത്ത് നർമ്മപുരം എന്ന ഒരു നഗരമുണ്ടായിരുന്നു. ആ നഗരത്തില് വിശ്വാനരൻ എന്ന പേരിലുള്ള ഒരു മുനി താമസിച്ചിരുന്നു. ശാണ്ഡില്യ എന്ന ഗോത്രത്തിൽ ജനിച്ച ആ മഹാമുനി പുണ്യാത്മാവായിരുന്നു, ശിവഭക്തനായിരുന്നു, ബ്രഹ്മചാരിയുമായിരുന്നു. അങ്ങനെ അത്രയും ശ്രേഷ്ഠനായ അദ്ദേഹത്തിന് വളരെ നിഷ്ഠയുള്ള സൽഗുണവതിയായ ഒരു ഭാര്യയുണ്ടായിരുന്നു. ഒരു ദിവസം ഈ പുണ്യവതിയായ ഭാര്യ വന്നിട്ട് മഹർഷിയോട് പറയുകയാണ്, അല്ലയോ മഹാമുനെ, വളരെ കാലമായി നമ്മൾ ജീവിക്കുന്നു, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, അങ്ങത് സാധിച്ചു തരണം എന്ന് പറയുന്നു. ആ ഭാര്യയുടെ പേരാണ് ശുചിഷ്മതി. അവര് ഭർത്താവിനോട് ആവശ്യപ്പെട്ടത് ശിവതുല്യനായ, മഹേശ്വരന് തുല്യനായ ഒരു പുത്രനെയാണ് ആവശ്യപ്പെട്ടത്. ധർമ്മപത്നിയുടെ അപേക്ഷ കേട്ട് ആ ബ്രാഹ്മണൻ, ആ മഹർഷി അല്പസമയം ധ്യാനിച്ചു. അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു, പക്ഷെ എപ്പോഴും ധ്യാനവും പൂജയും, അങ്ങനെ ഒരു ബ്രഹ്മചര്യ നിഷ്ഠയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. പക്ഷെ അദ്ദേഹത്തിന് ധർമ്മപത്നി ഉണ്ടായിരുന്നു. കാരണം പൂർണ്ണമായ ഒരു സന്യാസത്തിലേക്ക് അദ്ദേഹം പോയിരുന്നില്ല.
പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യം ഭാര്യ പറഞ്ഞപ്പോൾ അത് അല്പം കടുത്ത ഒരു ആവശ്യമായിട്ട് അദ്ദേഹത്തിന് തോന്നി. കാരണം വെറും ഒരു പുത്രനെ അല്ല ആവശ്യപ്പെട്ടത്, മഹേശ്വരന് തുല്യനായ ഒരു പുത്രൻ വേണം എന്നാണ് ധർമ്മപത്നി ആവശ്യപ്പെട്ടത്. അത് വളരെ ദുഷ്കരമായിട്ട് അദ്ദേഹത്തിന് തോന്നി. എങ്കിലും ഒരു പക്ഷേ മഹേശ്വരൻ ഇവളുടെ നാവിലിരുന്ന് പറഞ്ഞതായിരിക്കാം എന്ന ഒരു ചിന്തയും അദ്ദേഹത്തിനുണ്ടായി. കാരണം ധർമ്മപത്നിയാണ്. അങ്ങനെ പത്നിയെ ആശ്വസിപ്പിച്ചതിനു ശേഷം വിശ്വാനരൻ എന്ന ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ കാശിയിലേക്ക് പോകുന്നു. അങ്ങനെ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ വാരണാസിയിൽ എത്തിച്ചേരുന്നു. അവിടെ വാരണാസിയിൽ പോയിട്ട് അവിടെ ഒരു ശിവലിംഗം സ്ഥാപിക്കുകയും അതികഠിനമായ തപസ് അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം സ്ഥാപിച്ച ആ ലിംഗത്തിന് വീരേശലിംഗം എന്നാണ് പറയുന്നത്. അങ്ങനെ വീരേശലിംഗാരാധന ത്രികാലങ്ങളിലും അദ്ദേഹം നടത്തി. അതികഠിനമായ പൂജകളും തപസ്സുമായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും ഗംഗയിൽ നിന്ന് പുണ്യജലം എടുക്കുകയും ഈ ലിംഗത്തിന് അഭിഷേകം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഗംഗയിൽ സ്നാനം ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച 8 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു ചെറുബാലൻ. ആ ബാലൻ ഈ ലിംഗത്തിന്റെ അടുക്കൽ ഇരിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. പൂർണ്ണമായ നഗ്ന ശരീരത്തോടു കൂടിയാണ് പക്ഷെ ആ ബാലൻ ഇരിക്കുന്നത്. എങ്കിലും കാഴ്ചയിൽ 8 വയസ്സ് തോന്നിക്കും. ഭസ്മം പൂശിയിരുന്നു ശരീരം മുഴുവനും. അവന്റെ കണ്ണ് ചെവിയോളം നീണ്ടതായിരുന്നു. അതായത് കണ്ണ് ചെവി വരെ നീണ്ടു നിൽക്കുന്ന കണ്ണായിരുന്നു. ആ കുഞ്ഞിന്റെ ചുണ്ടുകൾക്ക് കടും ചുവപ്പ് നിറമായിരുന്നു. ആ കുഞ്ഞിന്റെ ശിരസില് മഞ്ഞ നിറത്തിലുള്ള ജടയായിരുന്നു കാണാൻ സാധിച്ചത്. മുഖത്ത് ഒരു പുഞ്ചിരി കളിയാടിയിരുന്നു. ആ കുഞ്ഞ് ശൈവോചിതമായ അലങ്കാരവും ചിതാഭസ്മവും ധരിച്ചിരുന്നു. ആ കുഞ്ഞ് വേദസൂക്തങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള കുഞ്ഞിനെയാണ് ആ ശിവലിംഗത്തിന്റെ അടുക്കൽ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ കാണുന്നത്. ആ ബാലനെ കണ്ട് ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ വളരെയധികം സന്തോഷിക്കുകയും അദ്ദേഹത്തിന്റെ ശരീരം കോൾമയിർ കൊള്ളുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം എല്ലാ വിധത്തിലുള്ള ആചാരങ്ങളോടും കൂടി മന്ത്രോച്ചാരണങ്ങളോടുകൂടി ബാലരൂപിയായ ആ ശിശുവിനെ, ആ ശംഭുവിനെ സ്തുതിച്ചു. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ശിവൻ ബാലരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അല്ലയോ ഭഗവാനെ, ഞാനിതാ അങ്ങയെ പ്രണമിക്കുന്നു. ഏകരൂപനായിട്ടും നാനാരൂപങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന അങ്ങ് രൂപരഹിതനാണ്. കണ്ണില്ലാതിരുന്നിട്ടും സകലതും അങ്ങ് കാണുന്നു. നാവില്ലാതിരുന്നിട്ടും സകല രസങ്ങളും അങ്ങ് അറിയുന്നു. അങ്ങയെ ആർക്കാണ് അറിയുവാൻ സാധിക്കുന്നത്? ഈ നിലയ്ക്ക് അങ്ങയെ ഈ ഉള്ളവൻ ശരണം പ്രാപിക്കുന്നു. അല്ലയോ ഈശ, അവിടുന്ന് സർവസ്വരൂപനാണ്. ഈ പ്രപഞ്ചം മുഴുവനും അങ്ങയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ബാലനും യുവാവും വൃദ്ധനുമായിരിക്കുന്നത് അങ്ങു തന്നെയാണ്. ഇങ്ങനെ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ സർവേശ്വരനെ, മഹേശ്വരനെ പ്രാർത്ഥിച്ച് സ്തുതിച്ച് കൈകൂപ്പി നമസ്കരിക്കുവാൻ തുടങ്ങുമ്പോൾ ശിശുരൂപം പൂണ്ടു നിന്ന ആ മഹേശ്വരൻ ആ ബ്രാഹ്മണനോട് ഇങ്ങനെ അരുളി ചെയ്യുന്നു: അല്ലയോ മുനിശ്രേഷ്ഠനായ വിശ്വാനര,
അവിടുന്ന് ഇന്നെന്നെ സന്തുഷ്ടനാക്കിയിരിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളുക എന്ന് ആ ബാലരൂപിയായ മഹേശ്വരൻ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനോട് അരുളി ചെയ്യുന്നു. ആ സമയത്ത് ഒന്നും ആവശ്യപ്പെടുന്നില്ല ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ. അങ്ങേക്ക് ഇഷ്ടമുള്ളത് തന്നുകൊള്ളുക, അങ്ങയോട് ഞാൻ എന്തു ചോദിക്കുവാൻ എന്നാണ് ഈ ബ്രാഹ്മണൻ മഹേശ്വരനോട് പറയുന്നത്. അപ്പോൾ മഹാദേവൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് പറയുകയാണ്, അങ്ങയുടെ പത്നിക്ക് എന്താണോ ആവശ്യം അത് സാധിക്കും എന്ന് അങ്ങ് ധർമ്മപത്നിയോട് പറഞ്ഞുകൊള്ളുക എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും മഹേശ്വരൻ പറയുകയാണ്, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ മഹാമുനി, ഞാൻ അവിടുത്തെ പത്നി ശുചിഷ്മതിയുടെ ഗർഭത്തിൽ നിന്ന് അവിടുത്തെ പുത്രനായി പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. ആ സമയം എൻ്റെ പേര് ഗൃഹപതി എന്നായിരിക്കും. ഞാൻ ശുദ്ധനും സകല ദേവന്മാർക്കും പ്രിയനുമായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് മഹേശ്വരൻ അനുഗ്രഹിക്കുന്നു. അതിനുശേഷം അദ്ദേഹം അന്തർധാനം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ തൻ്റെ വീട്ടിലേക്ക് എത്തുകയും തൻ്റെ പത്നിയോട് എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചു തന്നെ പറയുകയും ചെയ്തു. അത് കേട്ടതും ശുചിഷ്മതി എന്ന ആ ധർമ്മപത്നിക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ കാലക്രമേണ ശുചിഷ്മതി ഗർഭിണിയായി. യഥാകാലം ശുചിഷ്മതി പ്രസവിക്കുന്നു. ഗർഭസമയത്ത് വേണ്ട വിധത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ശുഭ മുഹൂർത്തത്തിൽ ഈ ധർമ്മപത്നി പ്രസവിക്കുന്നു. ആ സമയത്ത് ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടായി. ദേവന്മാർ മംഗളധ്വനികൾ മുഴക്കി. പിന്നീട് എല്ലാ ദേവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും സന്യാസിമാരും എല്ലാവരും അവിടെ എത്തിച്ചേർന്നു, കുഞ്ഞിനെ അനുഗ്രഹിച്ചു. ബ്രഹ്മദേവനാണ് ഈ കുഞ്ഞിന്റെ ജാതകർമ്മം ചെയ്തത്. എന്നിട്ട് ഈ കുട്ടിക്ക് ഗൃഹപതി എന്ന് പേരു നൽകുകയും ചെയ്തു. 12-ാം ദിവസം ബ്രഹ്മദേവൻ തന്നെ നാമകരണം ചെയ്യുകയും വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഗൃഹപതി എന്ന് പേരിടുകയും ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാവരുടെയും പിതാമഹനായ ബ്രഹ്മദേവൻ 4 വേദങ്ങളിലും പറഞ്ഞിട്ടുള്ള ആശീർവാദ മന്ത്രങ്ങൾ കൊണ്ട് ആ കുഞ്ഞിനെ അഭിനന്ദിച്ചിട്ട് ഹംസാരൂഢനായി ബ്രഹ്മലോകത്തിലേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷം മഹേശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ലോക ആചാരമനുസരിച്ച് ആ ബാലന് ഉചിതമായ രക്ഷാവിധാനങ്ങൾ ചെയ്തിട്ട് സ്വന്തം വാഹനത്തിൽ കയറി സ്വധാമത്തിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ ശ്രീഹരി എത്തിച്ചേർന്നു. സകല ദേവന്മാരും മുനിമാരും പ്രശംസിച്ചുകൊണ്ട് അവരവരുടെ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അതിനുശേഷം ബ്രാഹ്മണരാൽ അതാതു സമയങ്ങളിൽ എല്ലാ സംസ്കാരങ്ങളും നടത്തി ബാലനെ വേദങ്ങളെല്ലാം അഭ്യസിപ്പിച്ചു. അങ്ങനെ 9 വയസ്സായി ആ കുട്ടിക്ക്. ആ സമയത്ത് ആ കുട്ടിയെ കാണാനായിട്ട് ആരെത്തിച്ചേരുന്നു? നാരദൻ എത്തിച്ചേരുന്നു. നാരദനെ എല്ലാ വിധത്തിലുള്ള മര്യാദകളോടും കൂടി ബ്രാഹ്മണനും പത്നിയും സ്വീകരിക്കുന്നു. കുട്ടിയെ കാണുന്നു നാരദൻ. എന്നിട്ട് പറയുന്നു, അല്ലയോ മഹാമുനി വിശ്വാനര, ഞാൻ ഇവന്റെ ലക്ഷണങ്ങൾ പറയാം, അങ്ങ് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. നിങ്ങളുടെ ഈ പുത്രൻ അതീവ ഭാഗ്യവാനാണ്. ഇവന്റെ സകല അംഗങ്ങളും ശുഭലക്ഷണമുള്ളവയാണ്. എന്നിരുന്നാലും ഇവന്റെ 12-ാമത്തെ വയസ്സിൽ ഇടിമിന്നൽ അഥവാ അഗ്നിമുഖേന ഇവന് കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട്
സൂക്ഷിച്ചു കൊള്ളുക. ഇവനെ രക്ഷിക്കുവാൻ ബ്രഹ്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് നാരദര്. ഇത് കേട്ടതും അച്ഛനും അമ്മയ്ക്കും വളരെയധികം സങ്കടമാണ് ഉണ്ടായത്. ആ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടി, ഗൃഹപതി എന്ന കുട്ടി, അച്ഛനോടും അമ്മയോടും പറയുന്നു, എന്തിനാണ് അച്ഛാ അമ്മേ നിങ്ങൾ വിഷമിക്കുന്നത്? മഹേശ്വരൻ ഇല്ലേ നമുക്ക് രക്ഷയായിട്ട്? അങ്ങനെയുള്ള സമയത്ത്, മഹേശ്വരന്റെ രക്ഷയുള്ള ഈ സമയത്ത് നമ്മളെ ആരാണ് ദ്രോഹിക്കുന്നത്? കാലൻ പോലും പേടിച്ചോടും, അമ്മ വിഷമിക്കാതെ എന്ന് പറയുന്നു. എന്നിട്ട് അച്ഛനെയും അമ്മയെയും ഈ കുട്ടി നമസ്കരിക്കുന്നു. ആ സമയത്ത് ആ ബ്രാഹ്മണൻ, മകനെ നീ ഭഗവാൻ ശിവനെ ഭജിക്കുക എന്ന് പറയുന്നു. അങ്ങനെ മാതാപിതാക്കളുടെ ആജ്ഞ കേട്ട് ഗൃഹപതി അവരെ നമസ്കരിച്ചതിനു ശേഷം അവരെ പ്രദക്ഷിണം ചെയ്ത് പലതരത്തിൽ ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. ഗൃഹപതി എന്ന ആ കുട്ടി നേരെ പോയത് കാശിയിലേക്കാണ്. അങ്ങനെ കാശിയിലെത്തി ഗംഗാനദിയിൽ സ്നാനം ചെയ്ത് മഹേശ്വരനെ, കാശി വിശ്വനാഥനെ ദർശിച്ചതിനു ശേഷം ആ കുട്ടി മണികർണികയിലേക്ക് എത്തിച്ചേരുന്നു. കാശിയിൽ പോയിട്ടുള്ള എല്ലാവർക്കും മണികർണിക എന്ന ആ ശ്മശാന ഭൂമി അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ അവിടെ എത്തിച്ചേരുന്നു. അവിടെ എത്തിച്ചേർന്ന് അവിടെ ഈ കുട്ടി ഒരു ശിവലിംഗം സ്ഥാപിക്കുന്നു. അതിനുശേഷം ആ ശിവലിംഗത്തെ പൂജിക്കുവാനായിട്ട് തുടങ്ങുന്നു. ഗംഗാജലം നിറച്ച 108 കലശങ്ങൾ കൊണ്ട് മഹേശ്വരന് അഭിഷേകം നടത്തുന്നു. അതിനുശേഷം ഒരു മനുഷ്യന് അനുഷ്ഠിക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ള അത്രയും ദുഷ്കരമായ, കഠിനമായ അനുഷ്ഠാനങ്ങൾ സ്വീകരിക്കുകയാണ്. ശിവനിൽ മാത്രം മനസ്സുറപ്പിച്ചുകൊണ്ട് തപസ്സു ചെയ്തു. അങ്ങനെ കാലം കഴിഞ്ഞുപോയി. അങ്ങനെ ഈ കുട്ടിക്ക് 12 വയസ്സ് ആയി. ആ സമയത്ത് ആ കുട്ടിയുടെ മുമ്പിലേക്ക് ആര് പ്രത്യക്ഷപ്പെടുന്നു? ഇന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നു. ദേവരാജാവായ ഇന്ദ്രൻ ഈ കുട്ടിയോട്, ഗൃഹപതി എന്ന കുട്ടിയോട് പറയുകയാണ്, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, നാം ഇന്ദ്രനാണ്. നിങ്ങളുടെ ശ്രേഷ്ഠമായ വ്രതത്തിൽ ഞാൻ സന്തുഷ്ടനാണ്. നാം വന്നിരിക്കുന്നത് നിന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തു വരമാണ് വേണ്ടത് ചോദിച്ചു കൊള്ളുക എന്ന് ഇന്ദ്രൻ ഈ കുട്ടിയോട് പറയുന്നു. ആ സമയത്ത് ഈ കുട്ടി പറയുകയാണ്, വേണ്ട വേണ്ട, ഞാൻ താങ്കളെ അല്ലല്ലോ പൂജിച്ചത്. തനിക്ക് ഒരു വരവും ആവശ്യമില്ല എന്ന് ഈ കുട്ടി പറയുന്നു. ഉടൻ തന്നെ ഇന്ദ്രൻ വീണ്ടും പറയുകയാണ്, എന്താണ് കുഞ്ഞ് ഈ പറയുന്നത്? ശങ്കരനേക്കാൾ ശ്രേഷ്ഠനാണ് ഞാൻ, അതുകൊണ്ട് എന്നോട് ചോദിച്ചു കൊള്ളുക എന്ന് പറയുന്നു. അത് കേട്ടതും ഗൃഹപതിക്ക് വളരെയധികം ദേഷ്യം വന്നു. എനിക്കറിയാം ഇന്ദ്ര, നിങ്ങളുടെ എല്ലാ ശ്രേഷ്ഠതയും എനിക്കറിയാം. അഹല്യയുടെ പാതിവൃത്യം നശിപ്പിച്ച ദുഷ്ടനല്ലേ നിങ്ങളെന്ന് ഈ കുട്ടി ഇന്ദ്രനോട് പറയുന്നു. അത് കേട്ടതും ഇന്ദ്രന് വളരെയധികം ദേഷ്യം തോന്നുകയും ഇന്ദ്രൻ തൻ്റെ വജ്രായുധമെടുത്ത് ഈ കുഞ്ഞിനെ ഭയപ്പെടുത്തുകയും ചെയ്തു. വജ്രായുധത്തിൻ്റെ ആ ഒരു തിളക്കം കണ്ടപ്പോൾ തന്നെ ഈ കുട്ടി ബോധം കെട്ട് നിലത്തു വീണു. ആ സമയത്ത് മഹേശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ഈ കുഞ്ഞിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് മഹേശ്വരൻ ഈ കുട്ടിയോട് പറയുകയാണ്, കുഞ്ഞെ എഴുന്നേൽക്കുക, നിനക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാകട്ടെ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ കുട്ടി കണ്ണു തുറക്കുന്നു. കണ്ണു തുറക്കുമ്പോൾ അദ്ദേഹം കാണുന്നത്, ഈ കുട്ടി എന്താണ് കാണുന്നത്? 100 സൂര്യന്മാരെക്കാൾ കൂടുതൽ ശോഭയോടുകൂടി വിളങ്ങി നിൽക്കുന്ന മഹേശ്വരനെയാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ തിരുനെറ്റിയിൽ 3-ാം കണ്ണ് തിളങ്ങുന്നുണ്ടായിരുന്നു. കഴുത്തിൽ നീല നിറം വ്യക്തമായി കാണാൻ പറ്റുമായിരുന്നു. കൊടിയിൽ
കാളയുടെ അടയാളം ധരിച്ചിരിക്കുന്നു. മഹേശ്വരന്റെ ഇടതുവശത്ത് സാക്ഷാൽ ഉമാദേവി ഉണ്ടായിരുന്നു. അങ്ങനെ ഉമാസമേതനായ ചന്ദ്രചൂഡനെ ആ കുട്ടി കാണുന്നു. ആനത്തോലുടുത്ത് കയ്യിൽ ശൂലവും ധരിച്ച് ജടാധാരിയായി കർപ്പൂരത്തിനു തുല്യം വെൺനിറമാർന്ന ശരീരത്തോടു കൂടിയ മഹേശ്വരനെ ആ കുഞ്ഞു ഗൃഹപതി സന്തോഷത്തോടു കൂടി കണ്ണു നിറച്ച് കാണുന്നു. അതിനുശേഷം കണ്ണുനീർ തൂകിക്കൊണ്ട് ആ കുട്ടി മഹേശ്വരന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ആ സമയത്ത് മഹേശ്വരൻ ഇങ്ങനെ അരുളി ചെയ്തു, കുഞ്ഞേ ഗൃഹപതി, നീ വിഷമിച്ചുവോ? നീ ഭയപ്പെട്ടുവോ? ഇന്ദ്രനെ കണ്ട് നിനക്ക് ഭയം വേണ്ട. അത് ഇന്ദ്രനല്ല, നാം തന്നെയാണ് നിന്നെ പരീക്ഷിച്ചതാണ്. ആ പരീക്ഷയിൽ നീ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ആശീർവദിക്കുന്നു. ഇന്നു മുതൽ നിനക്ക് അഗ്നിയുടെ സ്ഥാനം ലഭിക്കും. നീ സകല ദേവന്മാർക്കും വരം നൽകുന്നവനായി തീരും. സകല പ്രാണികളിലും ചിരാഗ്നി രൂപത്തിൽ നീ വർത്തിക്കും. ദിക്പാലകൻ എന്ന നിലയിൽ നിനക്ക് ഇന്ദ്രനും യമനും മധ്യേ സ്ഥാനം ലഭിക്കും. നീ സ്ഥാപിച്ച ഈ ശിവലിംഗം നിന്റെ പേരിൽ അഗ്നീശ്വരൻ എന്ന നാമത്തോടു കൂടി പ്രസിദ്ധനായി തീരും. നിനക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നാം നൽകുന്നു. നീ സ്ഥാപിച്ച ഈ അഗ്നീശ്വര ലിംഗം എല്ലാ തരത്തിലുള്ള തേജസ്സോടുകൂടി വളരുന്നതായിരിക്കും. നിനക്കൊരിക്കലും ഇടിമിന്നലിൽ നിന്നോ അഗ്നിയിൽ നിന്നോ ഭയം ഉണ്ടാവുകയില്ല. നീ സ്ഥാപിച്ച ഈ അഗ്നീശ്വര ലിംഗ ഭക്തന്മാർക്കൊരിക്കലും അകാല മരണമോ അഗ്നി കൊണ്ടുള്ള ദോഷമോ സംഭവിക്കുകയില്ല. ഈ ലിംഗത്തെ വേണ്ട വിധത്തിൽ പൂജിക്കുന്ന ഭക്തർ സകല പ്രാരാബ്ദങ്ങളിൽ നിന്നും മുക്തി നേടും എന്ന് പറഞ്ഞ് മഹേശ്വരൻ ഈ കുട്ടിയെ അനുഗ്രഹിക്കുന്നു. അതിനുശേഷം അഗ്നിരൂപത്തിൽ ഈ കുട്ടി സ്ഥാപിച്ച ആ ലിംഗത്തിലേക്ക് മഹേശ്വരൻ ലയിച്ചു ചേരുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഇതാണ് കാലഭൈരവൻ. കാലഭൈരവന്റെ അവതാരം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഈ കുട്ടിയാണ് പിന്നീട് കാലഭൈരവൻ എന്ന രൂപത്തിൽ അഷ്ടദിക്പാലകന്റെ സ്ഥാനത്തു നിന്നുകൊണ്ട് വാരണാസി എന്ന കാശിയെ സംരക്ഷിച്ചു പോകുന്നത്. ഇദ്ദേഹം സ്ഥാപിച്ച മണികർണിക ഘട്ടിലുള്ള ആ ലിംഗമാണ് അഗ്നീശ്വര ലിംഗം എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നത്. ഈ കാലഭൈരവനാണ് കാശി എന്ന വാരണാസി എന്ന ആ പുണ്യനഗരത്തെ സംരക്ഷിക്കുന്നത്. അഷ്ടദിക്പാലകന്മാരിൽ സ്ഥാനം കൊടുത്തിരിക്കുന്നു ഇദ്ദേഹത്തിന്. മഹേശ്വരനാണ് ഇത് നൽകിയത്. അഗ്നിക്ക് വളരെ പ്രാധാന്യം അതോടുകൂടി ഉണ്ടാകുന്നു. ഏതൊരു വസ്തുവാണോ, ഒരു ചീത്ത വസ്തുവാണോ, അതായത് ശുദ്ധിയില്ലാത്ത വസ്തുവാണോ ആണെങ്കിൽ പോലും ആ വസ്തു അഗ്നിയിൽ ലയിച്ചു കഴിഞ്ഞാൽ അത് ശുദ്ധീകരിക്കപ്പെടുന്നു. അത് പുണ്യമായി തീരുന്നു, പാവനമായി തീരുന്നു. അതുകൊണ്ടാണ് അഗ്നിയെ പാവകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദേവന്മാർക്ക് നമ്മൾ നൈവേദ്യമായി സമർപ്പിക്കുന്ന യജ്ഞത്തിൽ എന്തൊക്കെ നൈവേദ്യങ്ങൾ ദേവന്മാർക്ക് സമർപ്പിക്കുന്നുവോ അതെല്ലാം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി എവിടെയാണ് സമർപ്പിക്കുന്നത്? യാഗാഗ്നിയിലാണ് സമർപ്പിക്കുന്നത്. യാഗാഗ്നിയിൽ നമ്മൾ സമർപ്പിക്കുന്ന എല്ലാ വസ്തുക്കളും ശുദ്ധീകരിക്കപ്പെടുകയും അത് ദേവന്മാർക്ക് ആഹാരമായി തീരുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പല വിശിഷ്ടങ്ങളായ ദ്രവ്യങ്ങളും യജ്ഞസമയത്ത് നമ്മൾ അഗ്നിയിൽ ഹോമിക്കുന്നത്. ആ അഗ്നി ശിവനാണ്. അങ്ങനെ
എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകുന്ന, പ്രാരാബ്ധ ദോഷങ്ങൾ തീർക്കുന്ന കാലഭൈരവനെ പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് കൃഷ്ണപക്ഷ അഷ്ടമി ദിവസമായ ഏപ്രിൽ 10 അന്ന് കാലാഷ്ടമിയാണ്. കാലഭൈരവ അഷ്ടകമുണ്ട്, അത് ജപിക്കാം. അല്ലെങ്കിൽ ഓം നമഃ ശിവായ എന്ന മഹാമന്ത്രം, പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം. അതുമല്ലെങ്കിൽ ഓം കാലഭൈരവായ നമ എന്ന് 1008 തവണ 108 തവണയൊക്കെ ജപിക്കാം. നമ്മുടെ ഇഷ്ടം എന്തു ജപിക്കണമെന്നുള്ളത്. എന്തായാലും അന്നത്തെ ദിവസം കാലഭൈരവ സ്വാമിയെ പ്രാർത്ഥിക്കുക. കറുത്ത നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കറുത്ത നായെ കണ്ടില്ല എന്ന് കരുതി വിഷമിക്കേണ്ട, ഏതെങ്കിലുമൊക്കെ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. കറുത്ത നായ്ക്കളെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കറുത്ത നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. നായ കാലഭൈരവന്റെ സന്തത സഹചാരിയാണ്. നായ്ക്കളെ വല്ലാതെ ഉപദ്രവിക്കുന്നവർക്ക് ക്യാൻസർ എന്ന രോഗം വരുന്നുണ്ട് എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഭൈരവനാണ്. അതുകൊണ്ട് തന്നെ നായ്ക്കളെ കണ്ടമാനം ഉപദ്രവിക്കരുത്. അക്കാര്യമൊന്ന് ശ്രദ്ധിക്കുക. അതായത് പലരും മൃഗീയമായിട്ട് നായ്ക്കളെ എറിഞ്ഞോടിക്കുകയും അവരുടെ കാലുകളൊക്കെ തല്ലി ഒടിക്കുകയും ഒക്കെ ചെയ്യും. ഇന്നത്തെ കാലത്ത് തെരുവ് നായ്ക്കളെ കൊണ്ടുള്ള ഉപദ്രവം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കഠിനമായി ഉപദ്രവിക്കരുത് എന്ന് പറയുന്നത്. നമ്മളെ കടിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ ഓടിച്ചു വിടും, ശരിയാണ്. കാരണം നമ്മുടെ ജീവൻ അപകടത്തിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. പക്ഷെ നമ്മളെ ഉപദ്രവിക്കാത്ത നായ്ക്കൾ ഉണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ വീട്ടില് നായയുണ്ടെങ്കിൽ ആ നായയെ സംരക്ഷിക്കുക. അതുകൊണ്ടാണ് സാഹചര്യം മനസ്സിലാക്കി ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും കിട്ടുമെന്ന് പറഞ്ഞ് പലരും ചെയ്യുന്നത് പോലെ വഴിയിൽ കാണുന്ന നായ്ക്കളെ എല്ലാം സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി അയലത്തുകാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്കൊന്നും പോകരുത്. ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക. ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഓം കാലഭൈരവായ നമ എന്ന് പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.